നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ 2 ടൺ വിത്ത് മുളച്ചില്ല. വരന്തരപ്പള്ളി കരയാമ്പാടത്തെ കർഷകർ പ്രതിസന്ധിയിൽ. ലോക യോഗാ ദിനത്തിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ. അളഗപ്പ് നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി ബാലപദ്ധതി സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ 2 ടൺ വിത്ത് മുളച്ചില്ല. വരന്തരപ്പള്ളി കരയാമ്പാടത്തെ കർഷകർ പ്രതിസന്ധിയിൽ. മുളയ്ക്കാത്ത വിത്ത് വരന്തരപ്പള്ളി കരയാമ്പാടം പാടശേഖരത്തിലെ കർഷകരെ കണ്ണീര് കുടിപ്പിക്കുന്നു. എടത്തുരുത്തിയിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ 2 ടൺ നെൽവിത്താണ് മുളയ്ക്കാതെ പോയത്. ഒരു സീസൺ നഷ്ടമാകുന്നതിനു പുറമെ നിലമൊരുക്കാൻ ചെലവിട്ട 8.40 ലക്ഷം രൂപയും വെള്ളത്തിലായി. വരന്തരപ്പള്ളി കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് 30 കിലോഗ്രാമിന്റെ 69 ചാക്ക് ജ്യോതി നെൽവിത്തിന് വാങ്ങിയത്. 100 ഏക്കർ പാടശേഖരത്തിലെ 70 ഏക്കറിൽ വിരുപ്പ് കൃഷി ഇറക്കി. 20% വിത്ത് മാത്രമാണ് മുളച്ചത്. സാമ്പിൾ മുളച്ച ധൈര്യത്തിലാണ് വാങ്ങിയതെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ഡേവിസ് തുലാംപറമ്പിൽ പറഞ്ഞു. വരന്തരപ്പള്ളി പഞ്ചായത്തിൻ്റെ അധീനതയിൽപ്പെട്ട ഒരു പാടശേഖരമാണ് കരയാമ്പാടം പാടശേഖരം. ഏതാണ്ട് 128ഓളം കർഷകരും 100 ഏക്കർ സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പാടശേഖരമാണ് കരയാമ്പാടം. സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം എടത്തിരുത്തിൽ നിന്നാണ് 70 ചാക്കോളം വിത്ത് നമ്മൾ വാങ്ങി. ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ നമ്മൾ കുറച്ച് എടുത്ത് നോക്കി. ഒരു ചാക്കിൽ നിന്ന് കുറച്ചെടുത്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, ഒരു 80% മുള കണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർഷകർക്ക് ഈ വിത്ത് മുഴുവൻ വിതരണം ചെയ്തത്. വിത്ത് വിതരണം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചാക്കുകളിലെ വിത്തുകളൊക്കെ വളരെ മോശമായിരുന്നു. ഓരോ കർഷകനും വിത്ത് വെള്ളത്തിലിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ് വാരിയെടുക്കുമ്പോൾ അതിൽ നിന്നൊരു ചീഞ്ഞ മണവും അതിൻ്റെ അടിയിൽ അരിമണി വാല കാണുകയൊക്കെ ചെയ്തു. എന്നാലും ചെറിയ ഒരു 20% ഒക്കെ മുള കണ്ടാലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് കർഷകർ വിതയ്ക്കുകയും ചെയ്തു. വിതച്ച് കഴിഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് പാടശേഖരത്തിൽ ഒരു വിത്ത് പോലും മുളച്ചിട്ടുമില്ല. വളരെ ചില കണ്ണകളിൽ മാത്രം 20%, 30% ഇങ്ങനെയുള്ള മുള കണ്ടത്. ഉടനെ തന്നെ ബന്ധപ്പെട്ട കൃഷി വകുപ്പിനെ അറിയിക്കുകയും അവർ വന്ന് പരിശോധിക്കുകയും അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഇതിൽ തന്നെ കാലാവസ്ഥ വ്യതിയാനം മൂലം ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന കർഷകരാണ്. കാരണം കഴിഞ്ഞ വിരിപ്പ് ഇതുപോലെ കതിര് വരുന്ന സമയത്താണ് വെള്ളം വന്നിട്ട് എല്ലാം നശിച്ചു പോയത്. ഇതേവരെ അതിനൊരു നഷ്ടപരിഹാരമോ ഇൻഷുറൻസിൻ്റെ തുകയോ ഒന്നും കിട്ടുകയുണ്ടായിട്ടില്ല. അതേമാതിരി തന്നെ ഇപ്പോൾ ഈ 4 മാസമായി മുണ്ടകൻ്റെ നെല്ല് എടുത്തുകൊണ്ട് പോയിട്ട് ഇതേവരെ അതിൻ്റെ പൈസയും കിട്ടിയിട്ടില്ല. പരാതിയുമായി കർഷകർ എത്തിയപ്പോൾ വിതച്ച വിത്ത് തിരികെ കൊണ്ടുവന്നാൽ പകരം വിത്ത് നൽകാമെന്ന നിരുത്തരവാദിത്തപരവും വിചിത്രവുമായ മറുപടി നൽകി വിത്ത് ഗവേഷണ കേന്ദ്രം അധികൃതർ കൈമലർത്തി. വിത്ത് മുളയ്ക്കാതെയപ്പോൾ ഞങ്ങൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസറെ അറിയിക്കുകയും അവർ വന്ന് പാടശേഖരം പരിശോധിക്കുകയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് അവരാലോചിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബന്ധപ്പെട്ട വിത്ത് വിതരണം ചെയ്ത അതേ ഇടത്തിരുത്തിക്കാരോട് ചോദിച്ചപ്പോൾ വിത്ത് കൊണ്ടു ചെന്നാൽ മാറ്റിത്തരാമെന്ന്. പാടത്തിറങ്ങിയ വിത്ത് എങ്ങനെയാണ് കൊണ്ടു ചെല്ലുക എന്നുള്ളത് എനിക്കറിയില്ല. അത് അവർക്ക് തന്നെ അറിയുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ളൊരു ഇതാണ് അവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ കർഷകരുടെ വേദന കാണണം, അവർക്ക് അതിന് വേണ്ട പരിഹാരം കാണണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക. മുണ്ടകൻ കൊയ്ത്തിൽ നിന്നുള്ള 40 ടൺ നെല്ലിന്റെ പണം 2 മാസമായിട്ടും കർഷകർക്ക് കിട്ടിയില്ല. കൂടാതെ കാലവർഷ വ്യതിയാനം മൂലം കഴിഞ്ഞ തവണത്തെ കൃഷിയും വെള്ളം കയറി നശിച്ചു. അതിന്റെ ഇൻഷുർ തുകയും നാളുകൾ കഴിഞ്ഞിട്ടും കിട്ടിയില്ല. കടം വാങ്ങിയും ലോൺ എടുത്തും കൃഷി ഇറക്കിയ കർഷകന് ഇനി കൃഷി ചെയ്യണമെങ്കിൽ അധിക ചെലവുണ്ടാകും. ഇതിന് അധികൃതരുടെ പക്കലിൽ നിന്നും കർഷകനെ സഹായിക്കാനുള്ള നടപടിയുണ്ടാകണമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി ജിജോൺ ജോർജ് ആവശ്യപ്പെട്ടു. ഈ പാടശേഖരത്തേക്ക് നമ്മൾ വിതച്ച വിത്ത് ഓൾറെഡി മുളയ്ക്കാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈവറ്റായിട്ട് 50 റുപ്യ കൊടുത്തിട്ട് 48 റുപ്യേൻ്റെ വില 2 റുപ്യ വണ്ടി കാശടക്കം കൊടുത്ത് നമ്മൾ പ്രൈവറ്റ് പാർട്ടികളിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ ഓൾറെഡി വിതയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. കുറച്ച് കർഷകർക്ക് ഇത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിൻ്റെ പേരിൽ അവരിങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. ഇനി കൃഷി വേണോ വേണ്ടെന്ന് വെച്ചിട്ട് ഇനി മുണ്ടോം പണിതാൽ മതി എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പാടത്ത് വിതച്ചിട്ടുള്ള വിത്ത് മുളയ്ക്കാത്തത് കാരണം കൊണ്ട് നമ്മൾ പ്രൈവറ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് കൂടുതൽ വിലയ്ക്ക് നമ്മൾ വിത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് വിതയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. കുറച്ച് കൃഷിക്കാർക്ക് ഈ വിത്ത് മേടിക്കാൻ തന്നെ ഇപ്പോൾ പൈസ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നത്. ഓൾറെഡി നമുക്ക് ഏകദേശം ഒരു ഏക്കറിന് 12,000 രൂപ ചിലവ് വരുന്നുണ്ട്. വരമ്പ് കളയ്ക്കാനും ട്രാക്ടർ അടിക്കാനും നിലമൊരുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്.
അപ്പോൾ അത് മുടക്കി ഇതിനൊരു ഗുണമില്ല എന്നുള്ളത് മനസ്സിലായി നൽകി ഇനിയിപ്പോൾ അവരിനി അടുത്ത് വരുന്ന വിത്തും ഇനി എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് അറിയാത്തൊരു സാഹചര്യമാണ്. അത് കാരണം കൊണ്ട് അവരിനി നമ്മൾ വാങ്ങിക്കുന്ന വിത്ത് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പേടിച്ചിട്ട് പണിയണോ വേണ്ടെന്നുള്ളത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കൃഷിക്കാർക്ക് അനുകൂലമായി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കർഷകരുടെ അധ്വാനം പാഴായതോടെ ഇനി വരുന്ന വിത്തിന്റെ ഗുണനിലവാരത്തെ പറ്റിയും കർഷകർക്ക് ആശങ്കയുണ്ട്. ഇതോടെ സ്വകാര്യ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വിത്ത് വാങ്ങാൻ നിർബന്ധിതരാവുകയാണ് കർഷകർ. വിത്ത് ഗവേഷണ കേന്ദ്രത്തിന്റെ വീഴ്ചയ്ക്കെതിരെ നടപടിയുണ്ടാകണമെന്നും കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. വയോധികയെ ആക്രമിച്ച കൊലക്കേസ് പ്രതിയെ വരന്തരപ്പള്ളി പോലീസ് പിടികൂടി. കരയാമ്പാടം സ്വദേശി കീടായി രതീഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം പരോളിലിറങ്ങിയ രതീഷ് അടുത്തു താമസിക്കുന്ന മാതൃസഹോദരി കീടായി വീട്ടിൽ 70 വയസ്സുള്ള ലീലയെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയുമായിരുന്നു. പരിക്കേറ്റ ലീല പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. 2020 ചെങ്ങാലൂർ കള്ളുഷാപ്പിൽ വെച്ചുണ്ടായ കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ട രതീഷ് വിയൂരിൽ ജീവപര്യന്തം തടവ് അനുഭവിച്ചു വരികയായിരുന്നു. ബുധനാഴ്ച 1 മാസത്തെ പരോളിൽ ഇറങ്ങിയ രതീഷ് വൈകിട്ട് 6ഓടെ ലീലയുടെ വീട്ടിലെത്തുകയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വൈരാഗ്യം മൂലം ലീലയുടെ മകനെ അന്വേഷിച്ചാണ് എത്തിയത്. തുടർന്ന് മകനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയ രതീഷ് ലീലയെ മുഖത്തടിക്കുകയും തുടർന്ന് റോഡിൽ തള്ളിയിട്ടതായും പരാതിയുണ്ട്. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് രതീഷിനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി. തുടർന്ന് രതീഷിനെ പരോൾ റദ്ദാക്കി റിമാൻഡ് ചെയ്തു. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാറക്കൽ അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ തുടർച്ചയായി 10ാം വർഷവും 100% വിജയം നേടിയ സ്കൂളിനുള്ള പുരസ്കാരവും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരദാനവും നടന്നു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ, വാർഡംഗം ദിനിൽ പാലപ്പറമ്പിൽ, PTA പ്രസിഡന്റ് സോജൻ ജോസഫ്, OSA പ്രസിഡന്റ് ഡേവിസ് വറീദ്, പ്രധാനാധ്യാപിക സിനി M കുര്യാക്കോസ്, പ്രിൻസിപ്പൽ ഇൻചാർജ് PX റോയ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. അധ്യാപകരായ KK സെബാസ്റ്റ്യൻ, മഞ്ജുഷ മാത്യു, MB സജീഷ്, T പുഷ്പ എന്നിവർ നേതൃത്വം നൽകി. ഉന്നതമായ വിജയ ശതമാനത്തിലേക്ക് എത്തി നിൽക്കുന്നവരുമായ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ല ഈ വർഷം വിജയ ശതമാനത്തിൽ അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്. ജില്ലയിൽ 222 വിദ്യാലയങ്ങളാണ് SSLCക്ക് 100% വിജയം നേടിയ വിദ്യാലയങ്ങളായി മാറിയത്. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കൊടകരയിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. പോങ്കോത്ര ALP സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു. ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂൾ റിട്ടയർഡ് അധ്യാപിക സുഷമ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിദ്യാപ്രസാദ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ഷീജ, അധ്യാപകരായ ഇന്ദുജ, ബിന്ദു, പ്രിയ എന്നിവർ സന്നിഹിതരായിരുന്നു. വരന്തരപ്പള്ളി CJM AHSS സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനവും ലോക സംഗീത ദിനവും ആചരിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ നേതൃത്വത്തിൽ സന്ദേശ പ്രചരണ യാത്ര സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ ജോവൽ V ജോസഫ്, യോഗാചാര്യ ലേഖ, അധ്യാപകരായ KK റീന, ഗായത്രി, നിമൽ K ബെന്നി, ബിൻസി വർഗീസ്, വിസ്മയ, ജസ്റ്റിൻ എന്നിവർ സന്നിഹിതരായി. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല യോഗാ ദിനം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിയൻ സുഷമ ടി ശാന്തൻ, KB തിലകൻ, യോഗ ട്രെയിനർ MM കൃഷ്ണൻ, ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകൻ IL അരുൺ, റിട്ടയർഡ് പ്രധാനാധ്യാപിക ജയന്തി എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗേൾസ് ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, PSC പഠന വിഭാഗം അംഗങ്ങൾ, വായനക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികൾ ഗ്രന്ഥശാല സന്ദർശനവും നടത്തി. യോഗാ ദിനത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ച് ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ.
യോഗ ആർക്കും പരിശീലിക്കാം, മാനസിക സൗഖ്യം നേടാം എന്ന ആശയം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 10ാം വർഷമാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കുന്നത്. ആളൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ KS രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MV രാജീവ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ജൂലിൻ ജോസഫ്, അധ്യാപകരായ പ്രശാന്ത് P രാജൻ, അരുൺ അരവിന്ദാഷൻ, നിമ്മി വർഗീസ്, റോസ്മേരി എന്നിവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ NCC കെയർടേക്കർ ജെൽസൺ KJയുടെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം നടത്തി. പ്രിൻസിപ്പൽ ശ്രീ സാബു NJ ഉദ്ഘാടനം ചെയ്തു. ഇഷ ഫൗണ്ടേഷൻ വളണ്ടിയർമാരായ കിരൺ, നിഖിൽ, കോളേജ് ഫിസിക്കൽ ഇൻസ്ട്രക്ടർ ജോബി മൈക്കിൾ എന്നിവർ യോഗ ക്ലാസുകൾ നടത്തി. കർഷക മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരന്തരപ്പിള്ളിയിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ജനതാ സ്കൂളിൽ നടന്ന യോഗ പരിപാടി മോർച്ച സംസ്ഥാന സമിതി അംഗം സുനിൽ കളമശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സജീവൻ അമ്പാടത്ത്, CS സുനിൽ, K രാജ്കുമാർ, അജിതൻ നെല്ലിപ്പറമ്പിൽ, സലേഷ്, രജത് നാരായണൻ, ശശി മേനോൻ, അഭിലാഷ് കണ്ടാരങ്ങത്ത്, ലതീഷ് എന്നിവർ നേതൃത്വം നൽകി. യോഗ അധ്യാപകൻ ബൈജു ക്ലാസ് നയിച്ചു. വരന്തരപ്പിള്ളി CJM AHSS സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനവും ലോക സംഗീത ദിനവും ആചരിച്ചു. സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ നേതൃത്വത്തിൽ സന്ദേശ പ്രചരണ യാത്ര സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ ജോവൽ V ജോസഫ്, യോഗാചാര്യ ലേഖ, അധ്യാപകരായ KK റീന, ഗായത്രി, നിമൽ K ബെന്നി, ബിൻസി വർഗീസ്, വിസ്മയ, ജസ്റ്റിൻ എന്നിവർ സന്നിഹിതരായി. ലോകത്തിന് യോഗയെ പരിചയപ്പെടുത്തിയത് നമ്മുടെ ഭാരതമാണ്, ഇന്ത്യയാണ്. ലോകത്തിന്റെ മുന്നിൽ ഈ യോഗയെ പരിചയപ്പെടുത്തുകയും അന്താരാഷ്ട്ര തലത്തിൽ പറപ്പൂക്കര PVSH സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു. തൃശൂർ ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ ഫാക്കൽറ്റീസ് ബാലു, രവീന്ദ്രനാഥൻ എന്നിവർ മുഖ്യാതിഥികളായി. PTA പ്രസിഡന്റ് VK സുമേഷ്, സ്കൂൾ മാനേജർ മുരളി, പ്രധാന അധ്യാപിക ഉദയ എന്നിവർ സന്നിഹിതരായിരുന്നു. വരന്തരപ്പിള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനവും സംഗീത ദിനവും ആചരിച്ചു. യോഗ ഇൻസ്ട്രക്ടർ SV വിജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ O സുമേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക K രമാദേവി, മാതൃസമിതി പ്രസിഡന്റ് രഞ്ജി അജിത്, MS രമ്യ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ യോഗ പ്രദർശനവും സംഗീത വിരുന്നും നടന്നു. മുപ്ലിയം 116 നമ്പർ അങ്കണവാടിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. അങ്കണവാടി അധ്യാപിക VV വനജ, പഞ്ചായത്ത് അംഗം വിജിത ശിവദാസൻ, മേരി ജോൺസൺ, നീനുമോൾ, ജിനേഷ്, അംഗൻവാടി ഹെൽപ്പർ വിജയ എന്നിവർ പ്രസംഗിച്ചു. ALMC അംഗങ്ങൾ, അമ്മമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ആമ്പല്ലൂർ മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു. SC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ് അധ്യക്ഷത വഹിച്ചു. ചിറ്റിശ്ശേരി നിരാമയ യോഗ സെന്റർ ഇൻസ്ട്രക്ടർ സുജിത മിഥുൻ മുഖ്യാതിഥിയായി. റിട്ടയേർഡ് ഹെഡ് മിസ്റ്റേഴ്സ് കനകവല്ലി, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു പ്രിയൻ, സജീവൻ തൃക്കൂർ, സന്ദീപ് ആമ്പല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി ബാലപദ്ധതി സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം NV അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം ജില്ലാ പ്രോജക്ട് ഓഫീസർ VG ജോളി, പ്രിൻസിപ്പാൾ V പ്രീത, സീനിയർ അധ്യാപിക KG ഗീത, PTA പ്രസിഡന്റ് മഞ്ജു സജി, OSA സെക്രട്ടറി മധു തൈശു വളപ്പിൽ, SMC ചെയർമാൻ സുഭാഷ് ചന്ദ്രബോസ്, MPTA പ്രസിഡന്റ് ജിസി ടിറ്റൻ, പ്രീ പ്രൈമറി അധ്യാപിക KM നാൻസി എന്നിവർ പ്രസംഗിച്ചു. BRCയുടെ സഹായത്തോടെയാണ് സ്കൂളിൽ പദ്ധതി നടപ്പാക്കിയത്. ബാല പദ്ധതിയുടെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല വളരെ വേഗം ഗുണകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കരുവന്നൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 3 വാഹനങ്ങളിൽ ഇടിച്ചപകടം. വെള്ളിയാഴ്ച രാവിലെ 7:30ഓടെയാണ് അപകടം നടന്നത്. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്ന് വന്ന അൽ അസ എന്ന സ്വകാര്യ ബസ് കരുവന്നൂർ ചെറിയ പാലത്തിൽ വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിലും തട്ടിയ ശേഷം എതിരെ വന്നിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരനായ കരുവന്നൂർ തേലപ്പള്ളി സ്വദേശി കൂടാരത്തിൽ ഷൈജുവിന് അപകടത്തിൽ പരിക്കേറ്റു. ഇയാളെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഴകം യുവജന സംഘം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വായനാ പക്ഷാചരണം റിട്ടയേർഡ് പ്രിൻസിപ്പൽ TV ഗോപി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു.
കൊടകര ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം പി മോഹനചന്ദ്രൻ, വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, കമ്മിറ്റി അംഗം AK ബാലൻ എന്നിവർ പ്രസംഗിച്ചു. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് MK ബാബു ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് ഷാജു കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ നേതൃസമിതി കൺവീനർ ഹക്കീം കള്ളിപ്പറമ്പിൽ വായനാ സന്ദേശം നൽകി. TJ ബേബി, AU ഷിഹാബുദ്ദീൻ, EH സഹീർ എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിന് അർഹനായി തലോർ സ്വദേശിയായ 2 വയസ്സുകാരൻ. തലോർ എലുവത്തിങ്കൽ വീട്ടിൽ EJ ജോയ്സിന്റെയും സിജിയുടെയും മകൻ റാമിയലാണ് നേട്ടത്തിനുടമയായത്. 5 ജനറൽ ഐറ്റംസ്, 5 ബോഡി പാർട്സ്, 5 ഡൊമസ്റ്റിക് ഐറ്റംസ്, 5 യൂട്ടൻസിൽസ്, 4 നിറങ്ങൾ എന്നിവ തിരിച്ചറിഞ്ഞതിനും 5 പെർഫോമിംഗ് ആക്ഷൻസ് ചെയ്തതിനുമാണ് റെക്കോർഡിന് അർഹനായത്. 1ാമത്തെ വയസ്സിൽ തന്നെ റാമിയേൽ സാധനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിനെ കുറിച്ചറിഞ്ഞ കുട്ടിയുടെ മാതാവാണ് കുട്ടിക്ക് വേണ്ടി റെക്കോർഡിങ്ങിനായി അപേക്ഷിച്ചത്. ഹൈദരാബാദിൽ സ്ഥിരതാമസക്കാരാണ് അധ്യാപകർ കൂടിയായ റാമിയേലിന്റെ മാതാപിതാക്കൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. ഒറ്റയടിക്ക് 1 പവൻ സ്വർണത്തിന് 600 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. വ്യാഴാഴ്ച 20 രൂപ വർദ്ധിച്ച് 6640 രൂപ എത്തിയ സ്വർണം വെള്ളിയാഴ്ച 75 രൂപ വർദ്ധിച്ച് 6715 രൂപയിലേക്ക് ഉയർന്നു. ഇതോടെ പവന് 53720 രൂപയായി. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST ജൂനിയർ ഇംഗ്ലീഷ് ജൂനിയർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. K. കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ 6 മാസ DCA, 1 വർഷ PGDCA എന്നീ IHRD കോഴ്സുകളിലേക്ക് ഈ മാസം 27 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.ihrd.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 048027207446. ഒല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിലേക്ക് താൽക്കാലികമായി കമ്മ്യൂണിറ്റി നഴ്സുമാരെ നിയമിക്കുന്നു. യോഗ്യത ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്, BSc നഴ്സിംഗ്, ആരോഗ്യവകുപ്പിന് അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്ന് 3 മാസത്തെ BCCPAN കോഴ്സ് അല്ലെങ്കിൽ 3 മാസത്തെ CCCPN കോഴ്സ് പൂർത്തിയായിരിക്കണം. താൽപര്യമുള്ളവർ പ്രായം, വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ജൂലൈ 3 ഉച്ചയ്ക്ക് 2 ഒല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുക. ഫോൺ നമ്പർ 0483535052. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ 2 ടൺ വിത്ത് മുളച്ചില്ല. വരന്തരപ്പള്ളി കരയാമ്പാടത്തെ കർഷകർ പ്രതിസന്ധിയിൽ. ലോക യോഗാ ദിനത്തിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി ബാലപദ്ധതി സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.